മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്ന് വ്യക്തവും ശക്തവുമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. വിശുദ്ധ ബൈബിൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാട്ടിലും വലുതാണ്. സർവ്വലോകത്തെക്കാട്ടിലും വലുതായ ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനാണ് ലജ്ജയില്ലാതെ ഞങ്ങൾ ഈ പുനലൂരിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പുനലൂർ സ്വദേശിയാ. ഇളമ്പലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു ക്രൈസ്തവ ഇതര പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടും പ്രായത്തിന്റെ ആവേശം കൊണ്ടും ഞാൻ കണ്ട സിനിമകളുടെ സ്വാധീനം കൊണ്ടും മദ്യത്തിനും ലഹരിക്കും കഞ്ചാവിനും തമ്പാക്കിനും പാൻപരാഗിനും വാറ്റുചാരായത്തിനും അടിമയായി എല്ലാം തകർന്നവനായിരുന്നു. ആത്മഹത്യ എങ്ങനെ ചെയ്യണമെന്ന് റിസർച്ച് ചെയ്ത് നടന്ന എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന സ്നേഹത്തിന്റെ മൂർത്തീഭാവമാണ് യേശു ക്രിസ്തു എന്ന അതുല്യ വ്യക്തിത്വം. ആ യേശു ക്രിസ്തു മരണത്തിനപ്പുറമായ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം സ്വന്തം പുത്രനെ നൽകി ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിത്യജീവൻ നൽകാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. നിത്യജീവൻ നൽകണമെങ്കിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവന് മാത്രമേ നിത്യജീവൻ നൽകുവാൻ കഴിയൂ. അങ്ങ് ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ വെസ്റ്റ് ആബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലോകത്തിലുള്ള മഹാരഥന്മാരുടെ കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും. ആ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ അങ്ങ് പലസ്തീൻ നാട്ടിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു എഴുത്തുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ